ഒരു സാങ്കല്പികമായിട്ടൊരു ഓഡിയൻസ് താങ്കൾ പെർഫോമൻസ് ചെയ്യുന്നു. ആ ഓഡിയൻസിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു 10 പേര് വേണമെങ്കിൽ 10 പേരൊന്നുമില്ല, ആരൊക്കെ ഉണ്ടാവണം? താങ്കളുടെ ഇതുവരെ പരിപാടി കേൾക്കാത്തതും എന്നാൽ കേട്ടിട്ട് ഇനിയും കേൾക്കാൻ ആഗ്രഹമുള്ളതും ആയ ഒരു 10 പേര് നമ്മുടെ ഇടയിൽ ഇപ്പം ഇല്ല, അവർ മരിച്ചിരിക്കുന്നു. വളരെ കുഴക്കുന്ന ചോദ്യമാണ് അത്. എൻ്റെയൊക്കെ ഫോൺ എടുത്തിട്ട് ഇപ്പം കോൺടാക്ട് ലിസ്റ്റ് ഇങ്ങനെ തട്ടുമ്പം 3ഉം 4ഉം തട്ടിൽ ഒരാളില്ല. അങ്ങനെ 3ഓ 4ഓ തവണ ഇത് മേളിട്ട് തട്ടുമ്പോൾ തന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട, ഇപ്പം എൻ്റെ ഓർമ്മയിലെന്നു പറഞ്ഞ പരിപാടിയിൽ ഷാഫി സാർ വന്നിരുന്നു. ഷാഫി സാർ പടയെന്ന് പറഞ്ഞു സുബി നമ്മുടെ കൂട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പം പോയ ആളാണ്. പിന്നെ നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അറിയാത്തത് നമുക്ക് വ്യക്തിപരമായി പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, പിന്നെ നമുക്ക് കാര്യമായ ആത്മബന്ധമല്ല, നമ്മുടെ പരിചയമല്ലെങ്കിൽ പോലും എനിക്ക് SP സാർ മരിച്ചപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വല്ലാത്ത വേദന ഉണ്ടായിട്ടുണ്ട്. ഞാനൊന്നിച്ച് 2-3 ഷോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷോയുടെ ഇടയിൽ ഞാൻ പരിപാടിക്ക് പോയിട്ട് പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് ചില ആളുകളുടെ ഒരു വിയോഗം എന്ന് പറയുന്നത് വലിയ സങ്കടം. എനിക്ക് ഇന്നസെൻ്റ് ഏട്ടൻ ഇപ്പോഴും സിനിമയൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കോമഡിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവരൊന്നും ഇല്ലല്ലോ, അത് ഇവരെന്നല്ല, ഒരു 10 വർഷം വലിയ വിഭാഗം നമുക്കോയ ലളിത ചേച്ചി, ഇന്നസെൻ്റ് ഏട്ടൻ, വേണിച്ചേട്ടൻ, സുകുമാരി ചേച്ചി, തിരഞ്ചേട്ടൻ, ഒടുവൂർ ഉണ്ണികൃഷ്ണൻ, ഒരു കെട്ട. അത് ചില സിനിമ കാണുമ്പോൾ ഒരു ഫ്രെയിമിലുള്ള എല്ലാവരും ഇപ്പം ഇല്ല. അത് ഈ മണിച്ചിത്രത്താഴ് റീ റിലീസ് ചെയ്തപ്പോഴാണ് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരുപാട് പേരില്ല. മണിച്ചിത്രത്തെ നിങ്ങൾ വെട്ടം എന്ന് പറഞ്ഞ പടം എടുത്ത മച്ചാൻ വർഗീസ്, കൊച്ചിൻ ഹനീഫ, കലാപവും, മണിച്ചേട്ടൻ, ഇങ്ങനൊരു ബാച്ചുണ്ടല്ലോ, അവരുൾപ്പെടെ ഇല്ല. അപ്പോൾ അത് അങ്ങനെ എനിക്ക് ഏത് 10 പേരെന്നൊക്കെ ചോദിച്ചാൽ പെട്ടുപോകും. നമുക്ക് വളരെ പരിചയമുള്ള ഉണ്ടായിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴില്ല.